നെക്സ്റ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട്ലെസ് കറണ്ട് ആൻഡ് വാട്ട്ഫുൾ കറണ്ട്. ഞാൻ ഒന്ന് പറയാം, സിമ്പിൾ സാധനമാണ്, ഒന്നുമില്ല. നമുക്കൊരു ഒരു സർക്യൂട്ടിലെ AC സർക്യൂട്ടിലെ പവർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ അറിയാം. പവർ ഈസ് ഈക്വൽ ടു VRMS IRMS cos φ. ഇവിടെ V ഇൻറ്റു I ഇൻറ്റു cos φ എന്ന് ഞാൻ എഴുതുന്നു. ഒരു ജനറൽ ഇക്വേഷനാണ്. ഓക്കെ, VRMS IRMS cos φ എന്നാണ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു cos φ. അപ്പോൾ അതിനെ ഞാൻ VI cos φ എന്ന് ജനറലി എഴുതി. അതവിടെ ഇരുന്നോട്ടെ. ഞാനൊരു AC സർക്യൂട്ട് എടുത്തു. ആ AC സർക്യൂട്ടിൽ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്. അവിടുത്തെ കറണ്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് IRMS. അവിടുത്തെ വോൾട്ടേജ് ഇങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഇങ്ങനെയാണ്. അപ്പോൾ വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്ക് φ എന്ന് പറയുന്ന ഒരു ആംഗിളുണ്ട്. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഒരു ലൈനിലല്ല. അപ്പം നമ്മൾ ഇത് ഏതെങ്കിലും ഒന്നിനെ റിസോൾവ് ചെയ്യും. ഞാനിവിടെ ഈ IRMSനെ റിസോൾവ് ചെയ്യാം. IRMSനെ റിസോൾവ് ചെയ്താൽ ഐ ഗെറ്റ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ കിട്ടും, ഒരു കമ്പോണൻറ്റ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടും. സംശയമൊന്നുമില്ല. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇത് കോസ് ആയിരിക്കും. അപ്പോൾ ഇത് IRMS cos φ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് IRMS sin φ ആയിരിക്കും. ഇങ്ങനെ രണ്ട് കമ്പോണൻസ് കിട്ടി. ഇനി നിങ്ങളിവിടെ നോക്കി പറയണം, എല്ലാ കാര്യങ്ങളും നോക്കി പറയണം. ഇവിടെ കറണ്ട് എത്ര എണ്ണം ഉണ്ട്? കറണ്ട് രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം IRMS cos φയും ഒരെണ്ണം IRMS sin φയും. അപ്പോൾ ഒരു കറണ്ട് IRMS cos φ ആണ്, ഒരു കറണ്ട് എന്ന് പറയുന്നത് IRMS sin φ ആണ്. ഇനി ഇവിടുത്തെ വോൾട്ടേജ് പറയണം. വോൾട്ടേജ് ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, അതെന്ന് പറയുന്നത് ഏതാണ്? VRMS ആണ്. ഇത്രയും മനസ്സിലാവാത്ത ആളുകളൊന്നും ഇല്ല. ഇനി എനിക്ക് പവർ കണ്ടുപിടിക്കണം. എത്ര കറണ്ട് ഉണ്ട്? രണ്ട് കറണ്ട് ഉണ്ട്. ഈ രണ്ട് കറണ്ട് കാരണമുള്ള പവർ കണ്ടുപിടിക്കണം. അപ്പോൾ പവർ ഡ്യൂ ടു കോസ് കമ്പോണന്റ് ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. പവർ ഡ്യൂ ടു കോസ് കമ്പോണന്റ് ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പോവാണ്. പവർ കണ്ടുപിടിക്കാൻ എന്താ വഴി? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് നിങ്ങൾ എഴുതും. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് എഴുതും. ഇവിടുത്തെ വോൾട്ടേജ് ഏതാ? VRMS ആണ്. ഇവിടുത്തെ കറണ്ട് ഏതാണ്? IRMS cos φ ആണ്. IRMS cos φ ആണ്. ഓക്കെ, ഇൻറ്റു ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ നോക്കൂ, VRMSനും അടുത്ത് IRMS cos φയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ, ഇത് രണ്ടും ഒരേ ലൈനിലാണ്. അപ്പോൾ ആംഗിൾ 0 ആണ്. അപ്പോൾ cos 0. അപ്പോൾ പവറിൻ്റെ ആൻസർ VRMS IRMS cos φ ഇൻറ്റു cos 0 എത്ര? 1. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പവർ കിട്ടിയത് ആണല്ലോ. അപ്പോൾ കോസ് കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണമുള്ള പവർ ആണ് നിങ്ങൾ കണ്ടുപിടിച്ചത്. പവറിനൊരു ആൻസർ കിട്ടി. ദിസ് ആൻസർ ഈസ് നോട്ട് ഈക്വൽ ടു 0. എത്രയെന്ന് കിട്ടിയില്ല? 0 എന്നല്ല പവർ കിട്ടിയത്. അപ്പോൾ ഈ കമ്പോണന്റ് കോസ് കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണം ഒരു പവർ ഉണ്ട്. അതുകൊണ്ട് ഈ കോസ് കമ്പോണന്റ് ഓഫ് കറണ്ടിനെ, കോസ് കമ്പോണന്റ് ഓഫ് കറണ്ട് ഇവിടെ ഏതാണ്? IRMS cos φ എന്ന് പറയുന്ന ഈ കമ്പോണന്റിനെ വാട്ട് ഫുൾ കറണ്ട് എന്ന് പറയും. എന്താ പറയുക? വാട്ട് ഫുൾ കറണ്ട്. കാരണം ഈ കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണം ഒരു പവർ ഉണ്ട്. അതുകൊണ്ട് ഈ കറണ്ടിനെ നമ്മൾ വാട്ട് ഫുൾ കറണ്ട് എന്ന് പറയും. ബുദ്ധിമുട്ടായോ? ഇനി ഒരു കറണ്ട് കൂടെ ഉണ്ടല്ലോ, ഏതാണ്? സൈൻ കമ്പോണന്റ് ഓഫ് കറണ്ട് ഉണ്ടല്ലോ, അത് കാരണമുള്ള പവർ കൂടെ ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. അടുത്ത് ഞാൻ എഴുതാൻ പോവാണ്. പവർ ഡ്യൂ ടു സൈൻ കമ്പോണന്റ് ഓഫ് കറണ്ട്. കറണ്ടിന്റെ സൈൻ കമ്പോണന്റ് കാരണമുള്ള പവർ പറയുന്നു. നോക്കൂ, പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്നാണ്. ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതാണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? VRMS ആണ്. ഇൻറ്റു ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്? സൈൻ കമ്പോണന്റ് ആണ്. IRMS sin φ ആണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജുമായി കറണ്ടുമായി ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു. പടത്തിൽ നോക്കി പറയുക, VRMS നിങ്ങൾ കണ്ടു. ഇനി IRMS sin φ കണ്ടു. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 അല്ലേ? അപ്പൊ cos 90 0 അല്ലേ? അപ്പൊ പവറിന്റെ ആൻസർ 0 വന്നില്ലേ? അപ്പോൾ ഏത് കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണമുള്ള പവറാണ് 0 വന്നത്? സൈൻ കമ്പോണന്റ് കാരണമുള്ളത്. അതായത് IRMS
സൈൻ ഫൈ കാരണമുള്ള പവർ 0 ആണ്. അതുകൊണ്ട് ഈ കമ്പോണന്റിനെ നമ്മൾ വാട്ട്ലെസ് കറണ്ട് എന്ന് പറയും. എന്താ പറയുക? വാട്ട്ലെസ് കറണ്ട്. അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്, ഐഡിൽ കറണ്ട് എന്ന് പറയും. എന്താ പറയുക? ഐഡിൽ കറണ്ട് എന്നാണ് പേര്. അപ്പോൾ ഏത് കമ്പോണന്റ് ഓഫ് കറണ്ട് കാരണമാണോ പവർ 0 കിട്ടുന്നത് ആ കമ്പോണന്റിനെ വാട്ട്ലെസ് കറണ്ട് എന്നും, ഏത് കമ്പോണന്റ് കാരണമാണോ പവർ ഒരു വാല്യൂ കിട്ടുന്നത് ആ കറണ്ടിനെ വാട്ട് ഫുൾ കറണ്ട് എന്നും പറയും. ഓക്കെ, പവർ തരുന്ന കമ്പോണന്റിനെ വാട്ട് ഫുൾ എന്നും പവർ തരാത്തതിനെ വാട്ട്ലെസ് എന്നും പറയും. വലിയ പാടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വൺസ് അഗെയിൻ ഫ്രം ദ ബിഗിനിങ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ്. നോക്കി പറയണം. പറയും എന്തൊക്കെയാണ്. സി യു കൺസിഡർ ആൻ എ സി സർക്യൂട്ട്. യു കൺസിഡർ ആൻ എ സി സർക്യൂട്ട്. ഓക്കെ, in that AC circuit, this is a what current? I name it IRMS. Okay, this is a voltage. Okay, this is a voltage. I name it VRMS. The angle between these two is phi. No problem. Then I resolve the current. Okay, I resolve the current. I get two mutually perpendicular components. One component like this. One component will be like this. This is IRMS. This is adjacent component, it will be cos component. So this will be IRMS cos phi and this will be IRMS sin phi. Okay, now we have two currents, IRMS cos phi, IRMS sin phi. We have only one voltage, what is it? VRMS. Then see, I shall write it here. We have two currents. What are the currents? IRMS sin phi is one current, IRMS cos phi is the next current. We have only one voltage, it is what? VRMS. What is the general equation to calculate power? Power equal to voltage into current into cos of angle between them. This is a general equation for power. Okay, then I want power due to what? Power due to IRMS sin phi I want. How can you calculate power due to IRMS sin phi? Power is equal to voltage. Voltage into current into cos phi. So voltage VRMS into current. What is the current I am considering? IRMS sin phi. Okay, into then cos of angle between these two. Cos of angle between these two. See the picture. IRMS sin phi is like this. IRMS sin phi is like this. VRMS is like this. So this is VRMS. This is IRMS sin phi. Angle between these two 90. So cos 90. What is cos 90? 0. So answer of power equal to 0. So power due to IRMS sin phi is 0. So this component is known as wattless current. What is it called? Wattless current. Then now let me say about power due to the next component. See, power due to IRMS cos phi. Shall I explain? See, what is the general equation to calculate power? Power is equal to voltage into current into cos phi. What is the voltage? VRMS into what is the current? IRMS cos phi into cos of angle between these two. Cos of angle between these two. ഇതാണ് VRMS. IRMS cos phi എന്ന് പറഞ്ഞാൽ ഇതാണ് angle between these two 0. So cos 0 1. So power equal to VRMS. Then IRMS cos phi is the answer I get. Okay. So power is not equal to 0. Power എത്ര വരുന്നില്ല? 0 വരുന്നില്ല. So this component of current is known as watt full current. What is it called? Watt full current. ഒരു പ്രയാസം തോന്നിയില്ലല്ലോ? സിമ്പിൾ അല്ലേ കേസ്? അപ്പോൾ എന്താണ്? സേ യു കൺസിഡർ ഞാൻ എറൈസ് ചെയ്തിട്ട് മൊത്തത്തിൽ പറയാം, നിങ്ങളാണ് പറയേണ്ടത്. സോ യു കൺസിഡർ an AC circuit where IRMS and VRMS differ by a phase of phi. Then IRMS can be resolved into two components.
IRMS cos phi and IRMS sin phi. Okay, thus we have two currents and one voltage. The currents are IRMS sin phi and IRMS cos phi. The voltage, the only voltage is what? The only voltage is VRMS. Then what is the next one? General equation to calculate power is voltage into current into cos phi. Okay, no problem. Then you have two currents, you have to calculate the power due to each component. So power due to the first component of current. So power due to say IRMS sin phi. I want. Okay, so how will you calculate? Power is equal to voltage. What is voltage? VRMS into what is the current? IRMS sin phi into cos angle between these two. VRMS then IRMS sin phi angle between these two 90. So cos 90 0. So power is equal to 0. Okay, so due to this component the power is 0. So this component is known as wattless current. Then it is otherwise known as idle current. Then what is the next one? Power due to the next component. Power due to IRMS cos phi I want. So how will you calculate? Power is equal to voltage into current into cos of angle between these two. Voltage VRMS into current IRMS cos phi, okay, into cos of angle between these two. VRMS, then IRMS cos phi, angle between these two 0, cos 0. So answer power equal to VRMS, IRMS, then cos phi. So your answer is not equal to 0. Therefore, this component of current is known by the name watt full current. Is it clear now? So power due to sine component of current is 0. So IRMS sin phi is known by the name wattless current. Power due to cos component is not 0. So IRMS cos phi is known as watt full current. ഒരു അടിപൊളി സെക്ഷനാണ്, അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഏത് കമ്പോണൻ്റ് ഓഫ് കറണ്ടിനെയാണ് വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്? IRMS sin phi. ഏത് കമ്പോണൻറ്റിനെയാണ് വാട്ട് ഫുൾ കറണ്ട് എന്ന് പറയുന്നത്? IRMS cos phi. അത് ഓർത്ത് വെച്ചോണം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. ഹാപ്പി ആയിട്ട് കൂടെ.